അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം സുഖം ഉണ്ടായിരുന്നില്ല, ഒരു യാത്രയുണ്ടായി. യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഏറ്റവും അടുത്ത ബന്ധുവിന് സുഖമില്ലാതായി. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വെട്ടം വയ്യാതായി. അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. അപ്പം നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡിൽ അതുപോലെ ഒരു ചെറിയ ചട്ടിയിലുള്ള ഈ ഗ്രൗണ്ട് ഓർക്കിഡിൽ ഒരു 5-6 സ്പൈക്കുകളിലായിട്ട് നമുക്കിത് അതുപോലെ ഫ്ലവർ കിട്ടിയിരിക്കുകയാണ്. ഉണ്ടോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ സന്തോഷം. കൂടാതെ നമുക്ക് വർഷത്തിൽ ഏകദേശം 2 തവണ മാത്രം പൂക്കുന്ന നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ് പൂത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. കണ്ടു, എനിക്ക് ഈ കാറ്റ്ലിയ ഞങ്ങൾ വാങ്ങിക്കുമ്പം ഒരു ചെറിയൊരു ചെടിയായിരുന്നു. അപ്പോൾ അതിനെ ഇതേപോലെ ഒരു പോട്ടിൽ വെച്ച് അത് നിറയെ ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ ഫ്ലവറിങ്ങിന് ശേഷം, അതായത് ഇതിന് മുൻപത്തെ ഫ്ലവറിങ്ങിന് ശേഷം ഒരു 6-7 മാസക്കാലമായിട്ട് ഞാനതിനെ മറ്റൊരു പോട്ടിലേക്കല്ല 3-4 പോട്ടിലേക്ക് മാറ്റി നട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊന്നും അധികം ചെടികളൊന്നും ഉണ്ടായില്ല. പക്ഷേ പിടിച്ച് കിട്ടിയ 1-2 എണ്ണം ഉണ്ട്. അതിലും ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ഉണ്ടോ? ഇതിൽ 2 ഫ്ലവറേ ഉള്ളൂ. ഈ കുലയിൽ അധികം ചെടികളും ഇവിടെ ഇല്ല, ഇലകളും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഫ്ലവറും 2 ഫ്ലവറേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചെടി നല്ല ഹെൽത്തി ആണെങ്കിൽ ഫ്ലവറും അതുപോലെ ബഞ്ചായിട്ടുണ്ടാവുള്ളൂ. എന്നിരുന്നാലും 2 പോട്ടിൽ ഫ്ലവർ ചെയ്യുന്നതിന് പാകമായിട്ടുള്ള ചെടികളുണ്ടായി എന്നുള്ളത് ഒരു വലിയ സന്തോഷത്തിലാണ്. കൂടാതെ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇതിൽ മുൻപും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഓർക്കിഡ് വെറൈറ്റീസിൽ ഏറ്റവും വലിയ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കാറ്റ്ലിയ. അപ്പോൾ കാറ്റ്ലിയയുടെ കളർ കണ്ടു, ഡാർക്ക് വയലറ്റും ലൈറ്റ് വയലറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഇത്രയും ഭംഗിയായിട്ടുള്ള ഫ്ലവർ. ഇതിൻ്റെ തന്നെ റെഡും ഓറഞ്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടുമ്പോൾ ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മാറ്റി നട്ടിട്ടുള്ള ചെടിയാണ് ഇതൊക്കെ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അത് ചെടികൾ പിടിച്ച് കിട്ടാൻ പാടാണ്. നമ്മൾ ചകിരിയും കരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും പിടിച്ച് കിട്ടാൻ പാടാണ്. പിന്നെ ഇല ബേണാകും, പിന്നെ അട്ട വന്ന് തിന്നും. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ശ്രദ്ധ വേണം. അപ്പം ഞങ്ങളിവിടെ ഇല്ലാതിരുന്ന ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ ബേണായി പോയിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഫ്ലവറിങ് മിക്സറൊക്കെ അടിച്ചു, സ്പ്രേ ചെയ്തു. അപ്പം അതിൻ്റെ പീരീഡും കൂടെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഫ്ലവർ ചെയ്തത്. പിന്നെ ഫ്ലവറിങ് മിക്സ് അടിച്ചതുകൊണ്ട് മാത്രം ഫ്ലവർ ചെയ്യുന്നില്ല. ഈ ഫ്ലവറുകൾ ഉണ്ടാകുന്നത് ഏകദേശം ഒരു 6-7 മാസം സമയമെടുത്തുകൊണ്ടാണ്. മാത്രമല്ല ഈ ഫ്ലവർ ഒരു 6-7 ദിവസം നിൽക്കും, അത്രയേ ഉള്ളൂ. ഏറിയ 10 ദിവസം, അതിൽ കൂടുതൽ ഈ ഫ്ലവർ നിൽക്കുകയില്ല. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ വലിയ ഫ്ലവറാണ് എന്നുള്ളതാണ് നമ്മുടെ ഓർക്കിഡ് വെറൈറ്റീസിൽ വെച്ച്. പിന്നെ ബഞ്ചായിട്ട് വളരുന്ന വേറെ ഉണ്ട്. പിന്നെ ആ വെറൈറ്റി ആണെങ്കിലും സിംഗിൾ ഫ്ലവർ നോക്കിയാൽ ഇത്രയും വലിപ്പമില്ല. അത് വലിയ പിന്നെ ബഞ്ചായിട്ട് വളരുമെങ്കിലും സിംഗിൾ ഫ്ലവറിൽ ഇത്രയും വലിപ്പം വരില്ല. ഇതിൻ്റെ വലിപ്പം കണ്ടു. അപ്പോൾ അതാണ് ഈ കാറ്റ്ലിയയുടെ പ്രത്യേകത. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ പറയേണ്ടത് തന്നെ ഒരു രക്ഷയുമില്ലാത്ത ഭംഗിയാണ് ഈ പൂക്കൾക്ക്. അപ്പം നമ്മുടെ കാറ്റ്ലിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കാറ്റ്ലിയയും ഗ്രൗണ്ട് ഓർക്കിഡും ഒക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം.